NDA സഖ്യകക്ഷിയായ BDJS നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയാണ് ഐക്യനീക്കത്തിന്റെ ചുമതലക്കാരനായി SNDP യോഗം ചുമതലപ്പെടുത്തിയത്. തുഷാർ ഉടൻ തന്നെ പെരുന്തയിൽ എത്തുമെന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. എന്നാൽ NDA നേതാവ് സമുദായ ഐക്യനീക്കവുമായി വരുന്നതിലെ രാഷ്ട്രീയം മനസ്സിലാക്കിയാണ് NSS വാതിലടച്ചത്. തുഷാറിനോട് പെരുന്നയിലേക്ക് വരേണ്ടതില്ലെന്ന് അറിയിക്കുകയും ചെയ്തു. തുഷാറിനെ മുൻനിർത്തിയുള്ള വെള്ളാപ്പള്ളിയുടെ നീക്കങ്ങളാണ് യഥാർത്ഥത്തിൽ സുകുമാരൻ നായരുടെ പിന്മാറ്റത്തിന് പ്രധാന കാരണം. തുഷാറെന്നല്ല, ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തന്നെ അതിന് മകനായാലും അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു. വിട്ടില്ല. വരാനായിട്ട് അനുവാദം ചോദിച്ചു, പറ്റില്ല എന്ന് ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞു. അഖിൽ കെ ചേരുകയാണ് വിശദാംശങ്ങളുമായി. അഖിൽ, ഒളിഞ്ഞിരിക്കുന്ന SNDPയുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണോ NSSനെ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് വലിച്ചത്? അങ്ങനെയെങ്കിൽ അപ്പോൾ അവിടെ സ്വാഭാവികമായും ഉയരുന്ന ഒരു ചോദ്യമില്ലേ? കാരണം നമ്മൾ കണ്ടതാണ് ഈ SNDP കൗൺസിൽ യോഗത്തിന് ശേഷം, ആ തീരുമാനം വന്നതിന് ശേഷം തുഷാർ തന്നെ സമവായ ചർച്ചത്തിന് അല്ലെങ്കിൽ ഐക്യനീക്കത്തിന്റെ ചർച്ചയ്ക്ക് വരുമെന്ന് പ്രഖ്യാപനത്തിന് ശേഷമാണ് സുകുമാരൻ നായർ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് സ്വാഗതം ചെയ്യുന്നു, തുഷാർ വരട്ടെ, മകനെ പോലെ സ്വീകരിക്കുമെന്നുള്ളത്. അപ്പോൾ അദ്ദേഹം കാണാതിരുന്ന രാഷ്ട്രീയം പിന്നീട് എങ്ങനെ ഇപ്പോൾ കണ്ടു? ഈ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഇന്ന് ഉയർന്നു വന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ഏത് തരത്തിലാണ് ഈ ചർച്ച, വിലയിരുത്തലുകൾ ഒക്കെ ഉണ്ടായത്? അഖിൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് NSSന്റെ ജനറൽ സെക്രട്ടറി തന്നെയാണ് ഇത്തരം ഒരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചു വെച്ചതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഡയറക്ടർ ബോർഡ് യോഗത്തിന്റെ ഏറ്റവും ആദ്യം ചർച്ച ചെയ്തതും ആദ്യം തീരുമാനമെടുത്തതും എല്ലാം ഈ പറയുന്ന വിഷയത്തിൽ തന്നെയായിരുന്നു. ഇത്തരത്തിൽ ആദ്യം ജനറൽ സെക്രട്ടറി തന്നെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ഈ NSS SNDP ഐക്യത്തിന് പിന്നിൽ, അതിൽ ഈ തുഷാറിനെ വിടുന്ന ലക്ഷ്യമുണ്ട് എന്ന കാര്യം ബോർഡ് അംഗങ്ങൾക്ക് മുന്നിൽ വെച്ചു. ഈ അഭിപ്രായത്തോട്, അതായത് 27 അംഗങ്ങളുള്ള ബോർഡിൽ 3 പേരൊഴിച്ച് ബാക്കി 24 പേരും പങ്കെടുത്തിരുന്നു. 24 പേരും ഐക്യപ്പെട്ടു, അല്ലെങ്കിൽ ആ ഒരു തീരുമാനം, ആ ഒരു സന്ദേശത്തിനോട് ഒപ്പം നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഈ എല്ലാ അംഗങ്ങളും എടുക്കുകയും അവർ ഈ NSSന്റെ ജനറൽ സെക്രട്ടറിയുടെ G. സുകുമാരൻ നായർ പ്രകടിപ്പിച്ച സംശയം അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം അത് ഈ ബോർഡ് അംഗങ്ങൾ മുന്നോട്ട് വെച്ചു. അത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ നിലപാട് ഈ സ്വീകരിച്ച NSS SNDP ഐക്യത്തിലേക്ക് പോയാൽ അത് NSSനായിരിക്കും കൂടുതൽ ക്ഷീണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ കൂടുതൽ ഒരു പ്രശ്നം, അല്ലെങ്കിൽ അതിലൊരു നഷ്ടം അല്ലെങ്കിൽ വരിക അത് NSSനായിരിക്കും എന്നൊരു പൊതു നിലപാടിലേക്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായും അവർ ഉന്നയിച്ചു വെച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഈ SNDP കഴിഞ്ഞ കാലങ്ങളിൽ തുടർച്ചയായി രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു ഐക്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതായത് സൗഹൃദം പ്രശ്നമില്ല, പക്ഷേ ഒരു ഐക്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്തരത്തിൽ SNDP സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യം ഒരുപക്ഷെ NSSനേക്ക് വരാം, അല്ലെങ്കിൽ അതിലേക്ക് അവർ ഉൾപ്പെടുന്ന പ്രേരണയിലേക്ക് പോലും വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളൊരു നിലപാടാണ് ഈ ജനറൽ ബോർഡ് യോഗത്തിനുള്ളിൽ അംഗങ്ങൾ പ്രധാനമായും ഉന്നയിച്ചത്. ഈ ഒരു കാര്യം തന്നെയാണ് മുന്നോട്ട് പോകുന്നതിലും മറ്റ് പ്രശ്നങ്ങളിലേക്ക് പോയത്. ഒപ്പം ആര് സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും ആദ്യം ഈ ഒരു അത്തരത്തിൽ തുഷാർ വെള്ളാപ്പള്ളിയാണ് വരുന്നത് എന്ന കാര്യം സൂചിപ്പിച്ച സമയത്ത് തന്നെ NSS ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള G. സുകുമാരൻ നായർ പറഞ്ഞ തന്റെ മകനെ പോലെ കണ്ടുകൊണ്ട് ഇവിടേക്ക് സ്വീകരിച്ച, അല്ലെങ്കിൽ മകനെ പോലെ സഹോദരനെ പോലെ സ്വീകരിക്കും എന്ന കാര്യമാണ്. അതിലാണ് ഒരു നിലപാട് മാറ്റം വന്നിരിക്കുന്നത്. അതായത് അന്നും ഇത്തരത്തിൽ NDAയുടെ ഭാഗമായിട്ടുള്ള ഒരാളല്ലേ എന്ന് ചോദ്യം ഉന്നയിക്കുമ്പോഴും അദ്ദേഹം അതിൽ സംശയമൊന്നും പ്രകടിപ്പിച്ചില്ല. പക്ഷേ പിന്നീട് ഇപ്പോൾ ഇന്ന് ഈ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അതിൽ പ്രധാനമായും ഈ തുഷാർ വെള്ളാപ്പള്ളിയെ തന്നെ, അതായത് തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ ചെയർമാൻ എന്ന നിലയിൽ നിൽക്കുന്ന വ്യക്തിയായതുകൊണ്ട് അദ്ദേഹം വരുന്നതിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അത്തരത്തിൽ നിലപാടുള്ള ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന്റെ അത്തരത്തിലൊരു ചുമതല വഹിക്കുന്ന ഒരാളെ ഇത്തരം ചർച്ചകൾക്ക് വിടുന്നത് അല്ലെങ്കിൽ നിയോഗിക്കുന്നത് ശരിയല്ല എന്നൊരു കൃത്യമായ നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്നും വളരെ വിഭിന്നമായാലും വ്യത്യസ്തമായ ഒരു നിലപാടിലേക്ക് NSS ജനറൽ സെക്രട്ടറി പോയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊരു പക്ഷേ പല ആളുകൾ പറയുന്നു, അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആളുകൾ ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ NSS ഈ ആദ്യഘട്ടത്തിൽ തന്നെ തൊട്ടടുത്ത ദിവസങ്ങൾ വരുമെന്ന് പറഞ്ഞെങ്കിലും ഇന്നിപ്പോൾ ഏകദേശം ഒരു 4-5 ദിവസത്തിലധികമായി ഈ ഒരു തീരുമാനം വന്നിട്ട് ഇത്ര ദിവസമായിട്ടും തുഷാർ വെള്ളാപ്പള്ളി ഇവിടേക്ക് വന്നിരുന്നില്ല. NDAയുടെ യോഗം, അതായത് നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടിയും ഒപ്പം തന്നെ NDAയുടെ നേതൃയോഗവും ഇതിന് ശേഷം എത്താം എന്നൊരു നിലപാട് തുഷാർ വെള്ളാപ്പള്ളി സ്വീകരിച്ചു. ഇത്തരത്തിൽ NDAക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തി വരുന്നതിൽ ഒരു രാഷ്ട്രീയ ഭാഗമുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നൊരു നിലപാടിലേക്ക്, ഒരു വിലയിരുത്തലിലേക്ക് സുകുമാരൻ നായർ പോയി എന്നുള്ളതാണ് ചില അടുത്ത വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിൽ, അതായത് രാഷ്ട്രീയ നിലപാട് NSSനില്ല. NSSന് എല്ലാവരോടും സമദൂരമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ ഐക്യം ശരിയല്ല. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിലായാലും ശരി, ആ വാർത്താക്കുറിപ്പിലായാലും ശരി, വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴായി NSS SNDP ഐക്യം ഉണ്ടാവുകയും വളരെ ചുരുങ്ങിയ കാലയളവിൽ അത് വീണ്ടും തെറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത്തരത്തിൽ വീണ്ടും അത്തരത്തിലൊരു സാഹചര്യം, അല്ലെങ്കിൽ അത്തരം ഒരു വീണ്ടും ഒരു ഐക്യത്തിലേക്ക് പോയാൽ അത്
അധിക ആയുസ് ഉണ്ടാകില്ല എന്നൊരു വിലയിരുത്തൽ അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇനി അത്തരത്തിലൊരു ഐക്യത്തിലേക്ക്, അതായത് ജനറൽ സെക്രട്ടറി പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്, ഇത് താൽക്കാലികമല്ല. ഇത്തരത്തിലൊരു ഐക്യത്തെക്കുറിച്ച് ഇനി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇനിയൊരു ഐക്യമുണ്ടാകില്ല എന്നുള്ളത്, അതായത് സൗഹൃദമുണ്ടെങ്കിൽ പോലും SNDP NSS ഐക്യമുണ്ടാകില്ല എന്ന വാക്കുകൾ പോലും അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ആ ഒരു ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ NSS SNDP ഐക്യം എന്ന് പറയുന്ന ചർച്ചകളിലേക്കൊക്കെ തന്നെ അവസാനമായി അന്തിമമായ ഒരു വിരാമം ഇട്ടിരിക്കുന്നു. NSS SNDP ഐക്യം ഉണ്ടാകില്ല. NSSനെ ഐക്യത്തിലേക്ക് എത്താൻ SNDP സമീപിച്ചത് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോട് കൂടിയാണ്. അതുകൊണ്ട് ഐക്യത്തിന്റെ സാഹചര്യം ഇപ്പോൾ ഇല്ല എന്ന കാര്യം വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ആര്യ, ഓക്കെ, ഐക്യ നീക്കത്തിൽ നിന്ന് NSS പിന്മാറുമ്പോൾ ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെ, SNDP ഈ വിഷയത്തിൽ ഏതൊക്കെ തരത്തിൽ പ്രതികരിക്കും, നീക്കങ്ങൾ നടത്തും എന്നുള്ളതിൽ ആകാംക്ഷ ബാക്കി നിൽക്കുകയാണ്. അത്